സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പരമാധികാരിയുടെ കൊട്ടാരം ഉൾപ്പെടെ ഇപ്പോൾ തകർത്തിരിക്കുന്നു. ടെഹ്റാനിൽ അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ടെഹ്റാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. ദിവിഷ് മണി വിവരങ്ങളുമായി ചേരുകയാണ്. ദിവിഷ്, അതായത് നിലവിൽ ടെഹ്റാനിലാണ് ഈ ആക്രമണ പരമ്പര എന്ന് പറയുന്നത് പോലെയാണ് ടെഹ്റാനിലേക്കുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാൻ പരമാധികാരിയുടെ പരമോന്നത നേതാവിന്റെ കൊട്ടാരം വരെ തകർത്തിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അക്ഷയ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ നടത്തുന്ന ഏതൊരു ആക്രമണവും അത് വളരെ കൃത്യതയാർന്ന ആക്രമണങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഹിസ്ബുള്ളയുടെയും അല്ലെങ്കിൽ ഹമാസിൻ്റെയും ഒക്കെ നേതാക്കളെ ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ ഇതുവരെ കാണിച്ച മികവ്, അല്ലെങ്കിൽ അവരുടെ സൈനികമായി അവരുടെ രീതിയിലുള്ള ഒരു മികവ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ നിലയിലാണ് ഇപ്പോൾ അലി ഖമനയുടെ കൊട്ടാരത്തെ പൂർണ്ണമായും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നേരത്തെയുള്ള ദൃശ്യങ്ങളും കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ദൃശ്യം ഇതാണ്. അതായത് ആ പാലസ് അവിടെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു, അശേഷം ഇല്ലാതായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അവസ്ഥ. പക്ഷേ ഖമനയെ നേരത്തെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇറാൻ അറിയിക്കുന്ന വിവരം. ഒപ്പം തന്നെ മസൂദ് പെസെഷ്കിയാൻ, അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലിൻ്റെ ഈ ആദ്യഘട്ട ആക്രമണം ഉണ്ടായത് എന്ന് നെതന്യാഹുവിൻ്റെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതായത് സൈനിക തലത്തിലും ഭരണതലത്തിലും ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് തങ്ങളുടെ ആക്രമണമെന്ന് അത് സാധൂകരിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ പുറത്തു വരുന്നത്. അതായത് അലി ഖമനയുടെ കൊട്ടാരം അശേഷം നിലംപരിശായിരിക്കുന്നു എന്നതാണ്. പൂർണ്ണമായും തകർത്തിരിക്കുന്ന ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഖമനയെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാം. പക്ഷേ ഖമനയെ നേരത്തെ തന്നെ ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ഇറാൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നതാണ് ഇറാൻ ഇതുവരെ നൽകുന്ന വിവരം. ഇതിലൊരു സ്ഥിരീകരണമില്ല. ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക മേധാവി കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെ വിധത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്ന് ഇറാൻ സൈന്യമോ ഇറാൻ സർക്കാരോ ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഇറാനിലെ മാധ്യമങ്ങൾ പുറത്തു നൽകുന്ന വിവരമാണ്. അതിനോടൊപ്പമാണ് ഈ ഒരു സാറ്റലൈറ്റ് ദൃശ്യം കൂടി പുറത്തു വരുന്നത്. അതായത് പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഖമനയുടെ കൊട്ടാരം എന്നതാണ്. എവിടെയാണ് ഖമനെ ഇപ്പോൾ ഒളിവിലുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ അപകടത്തിൽ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പാലസാണ്, അവിടെ മറ്റു സംവിധാനങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അപ്പോൾ വലിയ തോതിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു വിവരം, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷേ വലിയ തോതിൽ ആൾനാശം സംഭവിച്ചിരിക്കുന്നു എന്നതിനാണ് ഇപ്പോൾ ഇതിനോടൊപ്പം ചേർക്കാവുന്ന വിവരം. നേരത്തെ നമ്മൾ പങ്കുവച്ചാണ് 5 കുട്ടികൾ മരിച്ചിരുന്നു ടെഹ്റാനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നാണ്. അതിൽ ചില മാധ്യമങ്ങളിൽ, ഇപ്പോൾ ഇറാനിലെ അടക്കമുള്ള ചില മാധ്യമങ്ങളിൽ വരുന്ന 24 കുട്ടികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ യുദ്ധ സാഹചര്യമാണ്, സൈബർ അറ്റാക്കുകൾ ഇറാൻ മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു എന്നൊരു പരാതി ഇറാൻ മാധ്യമങ്ങളിൽ നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഏതൊക്കെയാണ് ശരി വിവരങ്ങളെന്ന് പെട്ടെന്ന് നമുക്ക് ഇറാനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ആക്രമണം, അത് സംബന്ധിച്ച സ്ഥിരീകരണം അവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇറാനിൽ എന്ത് സംഭവിച്ചു എന്നത് പൂർണ്ണമായ ഒരു വിവരങ്ങളിലേക്ക് വന്നിട്ടില്ല. ഈ അറ്റാക്ക് നടന്നു അല്ലെങ്കിൽ നടത്തി എന്ന വിവരം തന്നെ IDF ആണ്, ഇസ്രായേൽ ഫോഴ്സാണ് ആദ്യം തന്നെ സ്ഥിരീകരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന്. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഹിസ്ബുള്ളയുടെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡർമാരെയൊക്കെ കൊലപ്പെടുത്തിയാൽ അത് കൃത്യമായി വിവരങ്ങൾ പിന്നീട് ഇസ്രായേൽ സേന ട്വിറ്ററിലടക്കം എക്സിലടക്കം പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആദ്യ ആക്രമണത്തിൽ എത്ര പേരുടെ മരണമാണ് എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. ഇത് ഇറാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്, ആക്രമണശേഷമുള്ള ദൃശ്യങ്ങൾ. ഇറാനിലെ സ്കൂളുകൾ തകർന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇറാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാനിലേക്ക് അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ പരമാധികാരിയായിട്ടുള്ള അയത്തുള്ള അലി ഖമനയുടെ ഓഫീസ് കെട്ടിടം തകർത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യം, ഖത്തറിൽ 3ാമത്തെ വേവ് ഓഫ് അറ്റാക്ക്, അതായത് 3ാം ഘട്ട അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് 3 തവണയായി, പ്രത്യേകം ശ്രദ്ധിക്കുക, ഖത്തറിൽ 3ാമത്തെ തവണയും ഖത്തറിലെ ഫുജൈറിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ച് 3ാം വട്ടവും ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ വരുന്നു. അത് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നതാണ് ഖത്തർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. നിലവിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് അൽ ഫുജൈറിലടക്കം ഉണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ. മലയാളികൾ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തി പങ്കുവച്ചത് കണ്ടതാണ്. US കേന്ദ്രത്തിന്, സൈനിക കേന്ദ്രത്തിന് പുറത്തും ഈ ആക്രമണത്തിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ആളപായമില്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. പക്ഷേ 3ാമത്തെ അറ്റാക്കും ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതായത് 3ാം ഘട്ട മിസൈലുകളുടെ വരവ് ഖത്തറിൽ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ
ഖത്തർ സൈന്യത്തിന്, അത് ഒരുപക്ഷെ ഖത്തർ സൈന്യമോ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക ശക്തിയോ ഈ രണ്ടും ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു, ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒപ്പം ഇസ്രായേൽ ആർമി നൽകുന്ന ഒരു വിവരം, 100 കണക്കിന് ഇറാൻ മിലിറ്ററി കേന്ദ്രങ്ങൾ തകർക്കാൻ, ഒപ്പം തന്നെ മിസൈൽ ലോഞ്ചറുകൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 300ഓളം മിസൈൽ ലോഞ്ചറുകൾ കൈവശമുള്ള അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപണ സംവിധാനം കൈവശമുള്ള ഇറാന് കഴിഞ്ഞ വർഷങ്ങളിലെ ആ ആക്രമണത്തിൽ അത് 200ഓളമായി കുറഞ്ഞിരുന്നു. അതായത് 200ഓളം മിസൈൽ വിക്ഷേപണ സംവിധാനം മാത്രമാണ് നിലവിൽ ഇറാന്റെ കൈവശമുള്ളത്. അത് പരമാവധി തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സേന ഔദ്യോഗികമായി അറിയിക്കുകയാണ്.